ഒരു മുംബൈയിലാണെങ്കിൽ എങ്ങനെയെങ്കിലും സ്റ്റാലിനെ ഇല്ലാതാക്കിയാലും സ്വത്തുക്കൾ നേടിയെടുക്കണമെന്നുള്ള ഒരു ചിന്തയേ റീത്തയ്ക്കുള്ളൂ എന്ന് കാണാം. സ്വത്ത് എങ്ങനെയായാലും സ്വന്തമാക്കിയെടുക്കണം. സ്വത്ത് നേടാനായിട്ട് എന്ത് ചതി പ്രയോഗിച്ചാലും അതിലൊന്നും യാതൊരു തെറ്റില്ല എന്ന് റീത്ത സ്വപ്നം കാണുന്നുണ്ട്. അതുതന്നെ തൻ്റെ സഹോദരങ്ങളെയും പറഞ്ഞ് പഠിപ്പിക്കുകയാണ് റീത്ത എന്ന് കാണാൻ സാധിക്കും. ഇതേസമയം സഹോദരങ്ങൾക്ക് സ്റ്റാലിൻ്റെ മുൻപിൽ എല്ലാ തവണയും പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ ഒരു പ്രതികാരം ചെയ്യാനുള്ള, എല്ലാത്തിനും കണക്ക് ചോദിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ ആരോട് സ്റ്റാലിനോട് കണക്ക് ചോദിക്കാനായിട്ട് നമ്മുടെ സഹോദരങ്ങളാണെങ്കിൽ വരാനായിട്ട് പോവുകയാണ്. അവനെ കൊണ്ട് ബലമായിട്ട് സ്വത്തുക്കളൊക്കെ എഴുതി മേടിപ്പിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് അവർ സ്റ്റാലിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാനായിട്ടൊരുങ്ങുന്നത് എന്ന് കാണാം. പക്ഷെ അവർക്ക് മുൻപിൽ ഒരു വലിയ തടസ്സമുണ്ട് എന്ന് കാണാം. അത് അലീനയാണ് എന്ന് കാണാം. അപ്പോൾ എന്ത് സംഭവിക്കും എന്നൊക്കെ കണ്ടിരുന്ന് തന്നെ കാണണം കൂട്ടുകാർ.